കാനഡയിൽ പ്രധാനമന്ത്രി മോദി അവിടെ പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇഷ്യൂ വളരെ സീരിയസ് ആണ്. ഒന്ന്, കാനഡയുടെ 3 മന്ത്രിമാർ, 3 ക്യാബിനറ്റ് മന്ത്രിമാർ, അതായത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഉൾപ്പെടെ 4 മന്ത്രിമാർ സിഖ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്. ഏകദേശം 15 മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് കനേഡിയൻ പാർലമെന്റിൽ ഈ പ്രധാനമന്ത്രി മാർക്ക് കാർണിയെ പിന്തുണയ്ക്കുന്നവരാണ്. ലിബറൽ പാർട്ടിയാണ്. എന്താണ് പ്രശ്നം? അതായത് കാനഡയിൽ വെച്ച് കൊല്ലപ്പെട്ട നിജാർ എന്ന് പറഞ്ഞ തീവ്രവാദി, സിഖ് തീവ്രവാദി, അതുമായി ബന്ധപ്പെട്ട് കാനഡ നടത്തിയ അന്വേഷണത്തിൽ ഇന്ത്യ ഗവൺമെന്റ് സഹകരിച്ചില്ല. ഇതാണ് അവിടുത്തെ ഇഷ്യൂ. നിങ്ങൾക്കറിയാം, പന്നുവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലും അമേരിക്കയിലെ അന്വേഷണം ഉണ്ടായത് അയാളെ കൊല്ലപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്ന രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഇവിടെ നിജർ കൊല്ലപ്പെട്ടു. അതിൻ്റെ അന്വേഷണം ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട്, ചില ആൾക്കാരുടെ പേരുൾപ്പെടെ. അപ്പം അതിനെപ്പറ്റി അന്വേഷണം വന്നിട്ടില്ല. എന്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ G7 ഇൻവൈറ്റ് ചെയ്തു? ഉറപ്പായിട്ടും ഇത് കാനഡയുടെ താല്പര്യമല്ല. ഇത് അമേരിക്കയുടെ പ്രഷറിലാണ് ഇപ്പം വിളിപ്പിച്ചിരിക്കുന്നത്. അതൊറ്റ കാരണമാണ് ഇത്.